മഹദിയാകുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഓർമ്മ ദിനമാണിന്ന്. മഹദികളെക്കുറിച്ച് കൂടുതലായി സത്യവിശ്വാസികൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മഹാനബി ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് സലാം പറഞ്ഞ് അള്ളാഹുവിന്റെ സലാം പ്രത്യേകമായി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ഖദീജ ബീവിക്ക് കൂടി അറിയിക്കണമെന്ന് പറയുകയും അള്ളാഹുവിൽ നിന്നുള്ള സലാം ജീവിച്ചിരിക്കുന്ന കാലയളവിൽ തന്നെ പ്രവാചകർ മുഖേന ലഭിക്കുകയും ചെയ്തിട്ടുള്ളതാകുന്ന ഉന്നത ശ്രേണിയിൽ വിരാജിച്ച സ്വർഗീയ സ്ത്രീകളിൽ ഏറ്റവും ഉത്തമയാകുന്ന വനിതയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ ഒന്നിച്ച് 25 വർഷക്കാലം നബി തങ്ങളുടെ എല്ലാവിധ ആദരവും ബഹുമാനവും വെച്ച് പുലർത്തിക്കൊണ്ട് ജീവിച്ചു. ഖുർആൻ പറയുന്നുണ്ട്, തങ്ങൾ ദരിദ്രനായിരുന്നു, തങ്ങളെ ഐശ്വര്യവാനാക്കിയത് മഹദിയാകുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹയിലൂടെ, അവരുടെ സമ്പത്തിലൂടെ അള്ളാഹുവാണ്. മഹദി അവരുടെ സമ്പത്ത് അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ട്, ഈ ദീനിന് ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഖുർആൻ തന്നെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഒരു റക്അത്ത് പോലും നമസ്കാരം നിർവഹിക്കാത്തതാകുന്ന മഹദി അവരുടെ ജനാസ നമസ്കാരം പോലും നടന്നിട്ടില്ല. പക്ഷേ സ്വർഗീയ സ്ത്രീകളിൽ ഏറ്റവും ഉന്നത ശ്രേണിയിലായി അവർ വിരാജിച്ചു എന്നുള്ളതാണ് ചരിത്രം. നമസ്കാരമില്ലാത്തതിന്റെ കാരണം അവരുടെ വഫാത്ത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷമാണ് നമസ്കാരം കൊണ്ട് സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന നൽകുന്നതും ഇസ്രാ മിഅ്റാജ് നടക്കുന്നതും. അല്ലാഹു മഹദി അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ ഓർമ്മ ദിനത്തിൽ അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ ഓതി നമുക്ക് അവരെ സ്മരിക്കാം. അല്ലാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും.